പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒന്നാമത്തെ വായന വളരെ സീരിയസ് ആയിട്ട് ഇന്നൊന്ന് വായിക്കും. എന്നിട്ട് വേണം നോമ്പുകാലം ഇനി തുടരണമോ വേണ്ടയോ എന്ന് ആലോചിക്കാനായിട്ട്. വായന കൃത്യമായിട്ട് അതേ വാക്കുകൾ തന്നെ നമുക്ക് എടുത്ത് ധ്യാനിക്കേണ്ടതുണ്ട്. കർത്താവിനോട് അവർ ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ എന്തിനുപവസിച്ചു, അങ്ങ് കാണുന്നില്ലല്ലോ? ഞങ്ങൾ എന്തിന് ഞങ്ങളെ തന്നെ എളിമപ്പെടുത്തി, അങ്ങത് ശ്രദ്ധിക്കുന്നില്ലല്ലോ? അതിനുള്ള ഉത്തരം കർത്താവ് വ്യക്തമായിട്ട് കൊടുക്കുന്നുണ്ട്. എന്നാൽ ഉപവസിക്കുമ്പോൾ നിങ്ങൾ സ്വന്തം സുഖമാണ് തേടുന്നത്. നിങ്ങളുടെ വേലക്കാരെ നിങ്ങൾ പേടിപ്പിക്കുന്നു. കലഹിക്കുന്നതിനും ശണ്ട കൂടുന്നതിനും ക്രൂരമായി മുഷ്ടി കൊണ്ടിടിക്കുന്നതിനും മാത്രമാണ് നിങ്ങൾ ഉപവസിക്കുന്നത്. നിങ്ങളുടെ സ്വരം ഉന്നതത്തിലെത്താൻ ഇത്തരം ഉപവാസം ഉപകരിക്കുകയില്ല. ഇത്തരം ഉപവാസമാണോ ഞാൻ ആഗ്രഹിക്കുന്നത്? ഒരു ദിവസത്തേക്ക് ഒരുവനെ എളിമപ്പെടുത്തുന്ന ഉപവാസം. കർത്താവ് പറയുന്നുണ്ട്, അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ഉപവസിക്കുന്നത് എന്നുകൂടെ സുവിശേഷം ചേർത്ത് കൂട്ടിവെക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. മണവാളൻ അവരിൽ നിന്ന് അകറ്റപ്പെടുന്ന ദിവസങ്ങൾ വരും, അപ്പോൾ അവർ ഉപവസിക്കും. അപ്പോൾ ഉപവാസം എന്തിനാ? മണവാളനെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇവരെ ഉപവസിച്ചത് എന്തിനാ? സ്വന്തം സുഖത്തിന് വേണ്ടിയിട്ട്. വചനം പറയുന്നുണ്ട്, അത് വളരെ തെറ്റിദ്ധാരണ പരത്തുന്ന ഒരു ജീവിതം ജീവിക്കുന്ന മനുഷ്യരെ നോക്കിയിട്ട് ശക്തമായ രീതിയിലാണ് താക്കീത് കൊടുക്കണേ. കർത്താവ് ആദ്യമേ തന്നെ പറയുന്നുണ്ട്, എൻ്റെ ജനത്തോട് അവരുടെ അതിക്രമങ്ങൾ, യാക്കോബിൻ്റെ ഭവനത്തോട് അവരുടെ പാപങ്ങൾ എന്താണെന്ന് പറഞ്ഞു കൊടുക്കുക. അവർ വിചാരിക്കുന്ന അവർ കൃത്യമായിട്ടുള്ള ജീവിതമാണ് ജീവിക്കുന്നതെന്ന്, വിശുദ്ധമായ കാലത്തിലൂടെയാണ്, വിശുദ്ധിയോടുകൂടെയാണ് കടന്നു പോകുന്നതെന്ന് അവർ വിചാരിക്കണേ. നീതി പ്രവർത്തിക്കുകയും തങ്ങളുടെ ദൈവത്തിൻ്റെ കൽപ്പനകൾ ലംഘിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു ജനത എന്നോണം അവർ ദിവസേന എന്നെ അന്വേഷിക്കുന്നു. നല്ല കാര്യമാണ്. നീതി പ്രവർത്തിക്കുന്നവര്, തങ്ങളുടെ ദൈവത്തിൻ്റെ കൽപ്പനകൾ ലംഘിക്കാതിരിക്കുന്ന ജനത എന്ന കണക്ക് അവര് എന്നെ അന്വേഷിക്കുകയും എൻ്റെ മാർഗം തേടുന്നതിൽ അവർ സന്തോഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പോകുന്ന വഴിയൊക്കെ ഇങ്ങനെ പറഞ്ഞു വെച്ചിരിക്കുന്ന, മറ്റുള്ളവർക്ക് ദൈവത്തിങ്കിലേക്കാണെന്ന് തോന്നുന്ന വിധത്തിലുള്ള വഴികളൊക്കെ തന്നെയാണ്. എല്ലാ കാര്യങ്ങളും മനുഷ്യരുടെ മുൻപിൽ കർത്താവിനോട് അടുക്കുന്നു എന്ന് തോന്നിക്കുന്ന വിധത്തിലാണ് ചെയ്യണത്. കുരിശുവരെ അടക്കം, നോൻപെടുക്കലടക്കം, ഉപവാസം എടുക്കലടക്കം, ഭക്ഷണം ഉപേക്ഷിക്കലടക്കം എല്ലാം കർത്താവിനോട് അടുക്കുന്നു എന്ന തോന്നല് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന വിധത്തിലാണ്. പക്ഷേ ഇതിൻ്റെ എൻഡ് റിസൾട്ട് അതൊന്നുമല്ല എന്നുള്ളതാണ് സങ്കടം. നമ്മൾ പലരോടും ഉപവസിക്കുന്ന എന്തിനാ ചോദിക്കാൻ പാടില്ലാത്തൊരു ചോദ്യമാണ്. എങ്കിലും നമ്മളിങ്ങനെ സാധാരണ ഒരു കാഷ്വൽ ടോക്കൊക്കെ വരുമ്പോൾ ഉപവസിക്കുന്ന എന്തിനാന്നൊക്കെ ഒരു ചോദ്യം വരുമ്പോൾ പലർക്കും പല ഉത്തരങ്ങളുണ്ട്. ജീവിതം ഒന്ന് റീസെറ്റ് ചെയ്യണമെന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ചിലര് മക്കളൊക്കെ കൃത്യമായിട്ടത് വളരെ ജെന്യൂനായിട്ട് പറയും, ഇപ്പോഴാണല്ലോ ഒന്ന് നോമ്പൊക്കെ എടുത്ത് ശരീരമൊക്കെ ഒന്ന് സൂക്ഷിക്കാൻ പറ്റണേ. അങ്ങനെ കൃത്യമായിട്ട് പറയണവരുണ്ട്. ചിലർ പറയും ചില പ്രശ്നങ്ങളൊന്ന് മാറിപ്പോകണം, ചില നിയോഗങ്ങളുണ്ട്. ഉപവസിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം സുഖമാണ് തേടുന്നതെന്ന കർത്താവിൻ്റെ ആരോപണത്തിൽ ഈ ഒരു ഉത്തരങ്ങളെല്ലാം വിധേയമായിരിക്കും. ആലോചിച്ച് നോക്കി, എന്ത് പറഞ്ഞിട്ടും നമ്മുടെ കാര്യത്തിനനുസരിച്ച് ജീവിതം റീസെറ്റ് ചെയ്യണമെന്ന് പറയണത് പോലും നമ്മുടെ ഇഷ്ടം നടക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ ജീവിതം ഒന്ന് ഭംഗിയാകാൻ വേണ്ടിയിട്ടല്ലേ. പക്ഷേ കർത്താവ് ഓർമ്മപ്പെടുത്തുന്നത് അതിനു വേണ്ടിയിട്ടല്ല ഉപവാസം. നേരെ മറിച്ച് മണവാളൻ അവരിൽ നിന്ന് അകറ്റപ്പെടുന്ന കാലം വരും, അപ്പോൾ അവർ ഉപവസിക്കും. കർത്താവ് എന്നിൽ നിന്ന് അകന്നു നിൽക്കുകയാണെന്ന് തോന്നുന്നെങ്കിൽ, കർത്താവിൽ നിന്ന് ഒത്തിരി ദൂരെയായി എൻ്റെ ജീവിതം മാറിപ്പോയിട്ടുണ്ടെന്ന്, അകന്നു നിൽക്കുകയാണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, ഇനി ആ മണവാളനെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടുള്ള കഠിനമായ പരിശ്രമങ്ങളുടെയും തീക്ഷ്ണമായിട്ടുള്ള പ്രായശ്ചിത്ത പ്രവൃത്തികളുടെയും കാലമാണ്. എനിക്ക് എൻ്റെ കർത്താവിനെ തിരികെ വേണം. കല്ലറയുടെ മുൻപിൽ മഗ്ദലേന കരഞ്ഞുകൊണ്ട് നിൽക്കുന്നതിൻ്റെ കാരണം ഇതാണ്. എൻ്റെ കർത്താവിനെ അവർ എടുത്തുകൊണ്ടുപോയി. കർത്താവിനെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമങ്ങളുടെ ദിവസമാണതെന്ന് ഓർക്കണം. പറഞ്ഞല്ലോ, എൻഡ് റിസൾട്ട് പ്രധാനപ്പെട്ടതാണ്. എന്തിനു വേണ്ടി ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്ത് ചെയ്യുന്നു എന്നുള്ളതിനേക്കാൾ, എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതിനേക്കാൾ എന്തിനു വേണ്ടിയിട്ടാണിതെന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത്, പള്ളി പണിയുന്നിടത്ത് ഒരു മനുഷ്യൻ ചെന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യാണ്?
അപ്പോൾ അവരെ ചിലരൊക്കെ ചൂടാവുന്നുണ്ട്, കണ്ടുകൂടെ ഞങ്ങൾ കരിക്കങ്കോരാണ്, അടുത്ത ആൾ പറയുന്നത് ഞങ്ങൾ ഇവിടെ സിമൻറ്റ് കുഴക്കുകയാണ്, അടുത്ത ആൾ പറയും ഞങ്ങളിവിടെ പെയിൻ്റ് അടിക്കുകയാണ്, നിങ്ങൾക്കിത് കാണാൻ പറ്റണില്ലേ? ഒരു കൊച്ച് കുറച്ച് വെള്ളമൊക്കെ എടുത്തിട്ട് ബക്കറ്റിൽ ഇങ്ങനെ അവരെ സഹായിക്കാനായിട്ട് ഇങ്ങനെ അതിൻ്റെ ഇടയിലൂടെ നടക്കുന്നുണ്ട്. ആ കുഞ്ഞിനോടും ഇയാൾ ഇതേ ചോദ്യം ചോദിക്കും, നിങ്ങളിവിടെ എന്ത് ചെയ്യാണ്? ആ കൊച്ചിങ്ങനെ അയാളെ നോക്കിയിട്ട് വിടർന്ന കണ്ണുകളോട് പറയുന്നുണ്ട്, ഞാനൊരു കത്തീഡ്രൽ പണിയാണ്. മറ്റുള്ളവർക്ക് എല്ലാവർക്കും ഇങ്ങനെ സ്വന്തം പണി അതിൽ മാത്രം ഫോക്കസ്ഡ് ആയിരിക്കുമ്പോൾ ഇതിൻ്റെ അവസാനം എന്താണെന്നുള്ളത് ചിന്തിച്ച് ആ കുഞ്ഞ് ഉത്തരം പറയുന്നുണ്ട്, ഞാൻ കത്തീഡ്രൽ പണിയാണ്. ഈ ഉപവാസത്തിൻ്റെയും നോൻപാചരണത്തിൻ്റെയും ദാനധർമ്മങ്ങളുടെയും ഒക്കെ ഉദ്ദേശം ഇതാണ്, എനിക്ക് എൻ്റെ കർത്താവിനെ തിരികെ കിട്ടണം, എൻ്റെ കർത്താവിങ്കിലേക്ക് തിരികെ പോകണം. കർത്താവെ, നുറുങ്ങിയ ഹൃദയത്തെ അങ്ങ് നിരസിക്കുകയില്ലല്ലോ എന്നുള്ള പ്രതിവചന സങ്കീർത്തനം സൂചിപ്പിക്കുന്ന കാര്യം അതാണ്. എൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ഇത്, നേരെ മറിച്ച് നിന്നെ കിട്ടുന്നില്ലല്ലോ എന്നുള്ള സങ്കടത്തിലാണ്, നിന്നിൽ നിന്ന് അകന്നു പോയല്ലോ എന്നുള്ള പ്രയാസത്തിലാണ് ഞാനൊന്ന് തിരികെ വരാനും നിന്നെ തിരികെ ലഭിക്കാനും വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളിൽ ഏർപ്പെടുന്നത്. അങ്ങനെ ഒരു നോൻപാചരണമാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തെ മാറ്റും, ഉറപ്പായിട്ടും നമ്മുടെ ജീവിതത്തെ മാറ്റും. കർത്താവിനോട് പ്രാർത്ഥിച്ചു തുടങ്ങണം, ശരിക്കുമുള്ള നോൻപിൻ്റെ ആ ഒരു സ്പിരിറ്റിലേക്ക്, ആ ഒരു കൃത്യമായിട്ടുള്ള ബോധ്യങ്ങളിലേക്ക് ഞങ്ങളെ നയിക്കാൻ മനസ്സുണ്ടാകണമേ എന്ന്. എന്തിനു വേണ്ടി ഉപവസിക്കുന്നുവെന്ന്, എന്തിനു വേണ്ടി ധർമ്മദാനം ചെയ്യുന്നുവെന്ന്, എന്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുവെന്ന് കർത്താവ് അതാ പറയണത്. നിങ്ങൾ ഇതൊക്കെ ചെയ്യുമ്പോൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെയ്യണ്ട, അവർക്കുള്ള പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു എന്നാണ് പറയണത്. ഇതൊക്കെ ചെയ്തു കഴിയുമ്പോൾ പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. എന്നാൽ എൻ്റെ ഉദ്ദേശം ഇവിടെ കിട്ടുന്ന പ്രതിഫലമല്ല. അതുകൊണ്ട് രഹസ്യത്തിൽ ചെയ്യുക. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. അങ്ങനെ മറ്റാരും കാണാതെ, മറ്റാരെയും അറിയിക്കാതെ, മറ്റൊരാളെയും ബോധ്യപ്പെടുത്താനല്ലാതെ ഞാൻ പ്രവേശിക്കുന്ന നോൻപ് കാലങ്ങളിലെ എൻ്റെ കർത്താവിൻ്റെ നോട്ടമുണ്ടാകുന്നു. സ്വർഗത്തിൻ്റെ വലിയ കൃപയും അഭിഷേകവും അനുഗ്രഹവും അതിലേക്ക് നിറഞ്ഞു കിട്ടുന്നു. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. കർത്താവെ, അങ്ങയിലേക്ക് തിരികെ വരാനും അങ്ങയെ തിരികെ ലഭിക്കാനും വേണ്ടിയിട്ടായിരിക്കട്ടെ ഞങ്ങളുടെ ഈ നോൻപ് കാലത്തെ പരിശ്രമങ്ങളെന്ന് പ്രാർത്ഥിക്കണം. മറ്റൊന്നിലേക്കും ഞങ്ങളുടെ മനസ്സ് ഇടറാതിരിക്കട്ടെ, മറ്റൊന്നിലേക്കും ഞങ്ങളുടെ ചിന്തകൾ ചെന്ന് പറ്റും, മറ്റൊന്നിനു വേണ്ടിയും ഞങ്ങൾ ഈ വിശുദ്ധമായ കാലം ആചരിക്കാതിരിക്കട്ടെ. വേറൊന്നും വേണ്ട, എനിക്കെൻ്റെ കർത്താവിനെ വേണം. മണവാളൻ അവരിൽ നിന്ന് അകറ്റപ്പെടുന്ന കാലം വരും, അപ്പോൾ അവർ ഉപവസിക്കും. തീർച്ചയായിട്ടും അവനിൽ നിന്ന് അകന്ന് നിൽക്കുകയാണെങ്കിൽ പിന്നെ ഉപവസിച്ചേ പറ്റുള്ളൂ. ഉപവാസവും പ്രാർത്ഥനയും കൊണ്ടല്ലാതെ ഇവ പുറത്തു പോകില്ല എന്ന യേശു സാത്താൻ ബാധിച്ച ഒരു മനുഷ്യനെ നോക്കിയിട്ട് പറയുന്നുണ്ട്. നമ്മുടെ ഉള്ളിൽ നിന്ന് ക്രിസ്തുവിന് നിരക്കാത്തതൊക്കെ എടുത്ത് മാറ്റണമെങ്കിൽ, നമ്മുടെ കുടുംബത്തിൽ നിന്നും, ബന്ധങ്ങളിൽ നിന്നും, ജീവിതത്തിൽ നിന്നുമൊക്കെ, നമ്മുടെ ശീലങ്ങളിൽ നിന്നുമൊക്കെ ഇങ്ങനെ തിന്മയെടുത്ത് മാറണമെങ്കിൽ, അതൊക്കെ കർത്താവിന് നിരക്കാത്തതെല്ലാം എടുത്ത് മാറ്റണമെങ്കിൽ ഉപവാസവും പ്രാർത്ഥനയും അത്യാവശ്യമാണ്. പരിശ്രമം, കഠിനമായിട്ടുള്ള പരിശ്രമങ്ങളുടെ നാളുകളാണ്. കർത്താവെ, അങ്ങയിലേക്ക് എത്തിച്ചേരാൻ, അങ്ങയെ സ്വന്തമാക്കാൻ ഈ ഒരു കാലം ഞങ്ങൾക്ക് ഇടയാകട്ടെ, ഞങ്ങളെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ആശീർവാദത്തിനായി, കൃത്യമായ ബോധ്യങ്ങൾ ലഭിക്കാൻ വേണ്ടി കാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യ കാരുണ്യമേ, അനന്ത സ്നേഹമേ. ആഴി തന്നഗാധത്തേക്കാൾ അനന്തമാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്തിനാണ് പള്ളിയിൽ വരുന്നതെന്നൊരു കുഞ്ഞിനോട് ചോദിക്കുമ്പോൾ മറ്റൊരാളിൽ നിന്നും കിട്ടാത്തൊരു ഉത്തരം ഈശോയെ കാണാൻ വേണ്ടിയിട്ടാണ്. എല്ലാ കണക്കുകൂട്ടലുകൾക്കും അപ്പുറത്ത് ക്രിസ്തുവെന്നൊരു വാക്ക് നിർബന്ധമായിട്ടും ഇങ്ങനെ ഹൃദയത്തിൽ ഉറപ്പിച്ചു വെച്ചേക്കണം, അല്ലെങ്കിൽ നമുക്ക് വഴിതെറ്റിയെന്ന് വരാം. തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. കരുണ തൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യ
ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.